السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه وأزواجه وذرياته ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: اللهم لا خير إلا خيرك ولا طير إلا طيرك ولا إله إلا غيرك. رواه مسلم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതും വിശ്വാസം കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ വിഷയമാണ് നന്മയും തിന്മയും പരിപൂർണമായി അല്ലാഹുവിൽ നിന്ന് എന്ന് വിശ്വസിക്കുക. ആ ആറാമത്തെ കാര്യത്തിലാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നത്. നമുക്ക് വരുന്ന നന്മകൾ പല കാര്യകാരണങ്ങളെ കൂട്ടിബന്ധിച്ചുകൊണ്ട് നാം തീരുമാനിക്കും. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ അതിനും കാര്യകാരണങ്ങളെ നമ്മൾ ബന്ധിപ്പിക്കാറുണ്ട്. ഇത് രണ്ടും ശിർക്കാണ്. നമ്മിലേക്ക് വരേണ്ട അല്ലെങ്കിൽ വന്ന ഒരു നന്മ അത് നമ്മിൽ നിന്ന് അകന്ന് മറ്റൊരാളിലേക്ക് പോയാൽ അതിൽ നമുക്കും ഹൈറുണ്ട് അയാൾക്കും ഹൈറുണ്ട് എന്നതിൻ്റെ പേരാണ് തവക്കുൽ എന്നത്. അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് വേണ്ടാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അവിടെ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നിസ്സാരമായി ഉറുമ്പരിക്കും പോലെ എന്ന പ്രവാചക ഹദീസ് ശിർക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഏതൊരു നന്മയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഖുർആൻ പരിശോധിച്ചാൽ രോഗങ്ങളും അപകടങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല അള്ളാന്റെ പരീക്ഷണം, സന്തോഷം അള്ളാന്റെ പരീക്ഷണമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു മകളെ വിവാഹം ചെയ്തയക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആ കുടുംബത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രക്ക് സന്തോഷമാണ്. ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാലോ, അവളെ കണ്ണു നിറഞ്ഞാലോ, ആ ഭർത്താവിനോടൊപ്പം ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, ആ വീട്ടിൽ അമ്മായിമ്മയുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിലോ, പിന്നെ അതുമായി പിതാവിനും മാതാവിനും അസ്വസ്ഥതകളാ, ടെൻഷനാ, ഉറക്കയില്ല, ചർച്ചകളാ, മസ്ലഹത്ത, പരീക്ഷണായില്ലേ? ചിന്തിക്ക് നിങ്ങൾ. ഖുർആനിലേക്ക് ഇറങ്ങിച്ചേരും നമ്മള്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ശകുനവുമായി ബന്ധപ്പെട്ട ദുആയാണിത്, നഹസ്സുമായി ബന്ധപ്പെട്ട ദുആയാണിത്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക. അല്ലാഹുവേ, എല്ലാ നന്മകളും നിന്നിൽ നിന്ന് മാത്രമാണ്. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക. നീ നൽകുന്ന തടസ്സങ്ങളല്ലാതെ, നീ നൽകുന്ന ശകുനങ്ങളല്ലാതെ വേറൊന്നുമില്ല. എന്നിൽ നിന്ന് ഒരു കാര്യം തട്ടി നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് നീയാണ്, കാര്യകാരണങ്ങളല്ല. പഴയ ജാഹിലിയ കാലത്ത് നക്ഷത്രങ്ങളെ കൊണ്ട് മഴയെ ബന്ധിപ്പിക്കുന്ന ജാഹിലികൾ ഉണ്ടായിരുന്നു. ഇന്ന നക്ഷത്രം കാരണമാണ് മഴ പെയ്തത്, ഇന്ന നക്ഷത്രം കാരണമാണ് നമുക്ക് കാറ്റുണ്ടായത്. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ പറയില്ല നിങ്ങൾ കാറ്റുണ്ടാക്കുമ്പോൾ പറയണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. മഴയുണ്ടാകുമ്പോൾ നിങ്ങൾ ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്, അതല്ല നക്ഷത്രങ്ങളെ ചേർത്തിട്ട് വർത്താനം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ മുംതിർനാ ബിഫളിലില്ലാ, നിങ്ങൾക്ക് മഴ ലഭിക്കുമ്പോൾ അത് അള്ളാന്റെ ഔദാര്യമാണ്, ഫളിലാണെന്ന് പറയണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക. അള്ളാഹു നൽകുന്ന നന്മയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അള്ളാഹു നമ്മിൽ നിന്ന് തട്ടി നീക്കിയിട്ടുണ്ടോ, അത് ഖൈറിനാവാം. ഇപ്പൊ നമുക്ക് വന്ന ഓർഡർ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുക.
എന്തൊക്കെ തടസ്സങ്ങൾ വന്നു, പെട്ടെന്ന് തടസ്സങ്ങൾ വന്നു, അത് മാറിപ്പോയി. അത് ടെൻഷൻ ആവണ്ട, വിഷമിക്കണം, വേണ്ട, അതിൽ ഹൈറുണ്ട്. അതാണ്. അതെന്താണ് അങ്ങനെ? എന്നെ ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ, അല്ലെങ്കിൽ എന്നിലേക്ക് വന്നത് വേറെ ആളെ തട്ടിയെടുത്തോ? എന്തിനങ്ങനെ ചിന്തിക്കണത്? ഇനി നമ്മിലേക്ക് വന്ന ഒരു സാധനം വേറെ ആളിലേക്ക് പോയെന്നിരിക്കട്ടെ, അതിനും ഹൈറുണ്ട്. അത് നമുക്ക് വിധിച്ചതല്ല. നമുക്ക് വിധിച്ചത് എവിടെയാണെങ്കിലും നമ്മിലേക്ക് വന്നു ചേരും. നമുക്ക് വിധിക്കാത്തതാണെങ്കിൽ നമ്മിലേക്ക് വരില്ല. റസൂൽ പറഞ്ഞു, നിങ്ങൾ അവസാനം പറയണേ, വലാ ഇലാഹ ഗൈറുക, നിങ്ങൾക്കാരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. നന്മയും തിന്മയും തരുന്നവൻ അല്ലാഹുവാണ്. നന്മയെ തട്ടിക്കളയുന്നവൻ അല്ലാഹുവാണ്, തിന്മയെ തട്ടിക്കളയുന്നവൻ അല്ലാഹുവാണ്. അല്ലാത്തൊരു ചിന്തയും വിശ്വാസ വർത്തമാനങ്ങളും നിങ്ങളിലേക്ക് ഉണ്ടാവരുത് എന്ന് സ്വഹാബത്തിനെയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ തവക്കൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്വഹാബത്തിനെ വിളിച്ചു, ഒരു വിഷയം പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സുബഹി വഴി ഇറങ്ങുമ്പോൾ കാണാം കൂട്ടത്തോടെ പക്ഷികൾ ഇങ്ങനെ പോണത്. എങ്ങോട്ടാ പോണത് അറിയില്ല. അവർക്ക് എവിടെയും ആരും സദ്യൊരുക്കി വെച്ചിട്ടില്ല. മഗ്‌രിബിന് മുന്നേ ഒരു കൂട്ടിലേക്ക് കയറി. ഇപ്പതാ സുബഹി കഴിയുമ്പോൾ കാണാം കൂട്ടത്തോടെ പറന്നു പോകും. പക്ഷെ അവർ വയറ് നിറച്ചാ തിരിച്ചു വരുന്നത്. ഈ തവക്കുൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഉണ്ടോ? ഉറച്ചവും കൂടി ഉണ്ടാകും. അതില്ലാതെ വരുമ്പോഴാണ് നിരാശ ബാധിക്കുക, വേണ്ടാത്ത ചിന്ത വരിക, സ്ട്രെസ്സും ടെൻഷനും കൂടി വരിക. അതൊന്നും വേണ്ട. നമ്മൾ വിശ്വാസികളാണ്. ഏത് വിഷയങ്ങൾക്ക് രാവിലെ ഇറങ്ങുന്നു, തവക്കുൽ ചെയ്തുകൊണ്ട് ഇറങ്ങുക. അള്ളാഹ് ഉദ്ദേശിച്ചത് കിട്ടത്തുള്ളൂ, അള്ളാഹ് ഉദ്ദേശിക്കാത്തത് കിട്ടില്ല. അതാ വിശ്വാസം. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, എല്ലാ നന്മകളും ഞങ്ങളിലേക്ക് എത്താൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, നീ നൽകുന്ന നന്മയിൽ ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിക്കാൻ, തവക്കുലോടെ ജീവിക്കാൻ, ദുആയോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, നാടിലും പരിസരങ്ങളിലും മാറാവ്യാധികളും പകർച്ചവ്യാധികളും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. ധാരാളം കുഞ്ഞുങ്ങൾ പ്രയാസത്തിലാണ്. സഹോദരിമാരും പ്രായമുള്ളവരും മറ്റുള്ളവരൊക്കെ ഈ പള്ളിയിലുള്ള ആളുകൾക്ക് വിഷമങ്ങളുണ്ട്. അല്ലാഹുവേ, പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ആയുസ്സും ആരോഗ്യത്തും ആഫിയത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. പടച്ചവനെ, കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തവക്കുലും കുളിർമയും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മക്കളുടെ വിവാഹങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ച പിതാക്കന്മാർ ഈ പള്ളിയിലുണ്ട്. പടച്ചവനെ, ഭംഗിയായി നടത്താൻ, അത് ഏറ്റെടുത്തവരുണ്ട്, ഭംഗിയായി നടത്താൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ എല്ലാവിധ ബർക്കത്തും റഹ്മത്തും നീ നൽകണേ റഹ്മാനെ. കാലാവസ്ഥ നീ അനുകൂലമാക്കി നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اغفر ولوالدي رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.